ജിത്തു മാധവൻ്റെ എഴുത്ത്, ചിദംബരത്തിൻ്റെ ഡയറക്ഷൻ, സുജയ് ശ്യാം മ്യൂസിക്, ഷൈജു ഖാലിദ് സിനിമോട്ടോഗ്രാഫി, വിവേക് ഹർഷൻ എഡിറ്റിംഗ്, ഗംഭീര ക്രൂ, റോണക്സ് സേവിയറിൻ്റെ മേക്കപ്പ്, എല്ലാം ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ക്രൂ വന്നിട്ടുണ്ട്. ചിദംബരം ചെയ്ത 3 പടം 3 ജോൺറയാണ്. ഇത് മുമ്പത്തെ പടങ്ങൾ ഒരാളും ഡയറക്റ്റ് ചെയ്ത് നമുക്ക് തോന്നത്തില്ല. ഈ സിനിമ ഞാൻ ട്രെയിലർ പോലും കണ്ടിട്ടില്ല, ഭയങ്കര ഹൈപ്പൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് പർപ്പസ്ഫുള്ളി കണ്ടില്ല, കാരണം എന്തെങ്കിലും സ്പോയിലർ ആവുമെന്ന് വിചാരിച്ച് കാണാതിരുന്നതാണ്. സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു സാധനം പരിപാടി ഉണ്ട്. അവിടെ നമുക്കൊരു തിയേറ്ററിക്കൽ മൊമെൻറ്റ് കിട്ടും, ഒരു ഹൈ കിട്ടും. അതിൽ ഇടയ്ക്ക് നമ്മുടെ ഡയറക്ടർ ആനന്ദ് ഏകർഷി വരുന്ന ഒരു സീനുണ്ട്. അതും രസമായിട്ടുള്ള ഒരു സാധനമായിരുന്നു, കൈയടിക്കാൻ തോന്നുന്ന മൊമെൻ്റായിരുന്നു. ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഒരു തവണ പോയി കാണാം എന്നുള്ളതല്ലാതെ ഇതൊരു ഭീകര സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒന്ന്, ക്ലൈമാക്സിൽ പരിപാടിയുണ്ട്, പക്ഷേ അത് എന്തിനാണ് അങ്ങനെ എന്നുള്ളൊരു തോട്ടാണ്. സിനിമയുടെ ഫസ്റ്റ് ആക്ട് ജയിലിൽ നിന്ന് ഒരമ്മയും മകനും പുറത്തിറങ്ങുന്ന തൊട്ടാണ് അമ്മയുടെ വേഷം അഭിനയിച്ചിരിക്കുന്നത് ഫർസാന പാളത്തിങ്കൽ. ഗംഭീര പെർഫോമൻസ്. ചെറുക്കൻ ആദിശേഷൻ, ചെറുക്കനെ കുറച്ചുകൂടി മുതിർന്ന ഒരു ഇതുകൂടിയുണ്ട്. അത് ചെയ്തിരിക്കുന്നത് മുഹമ്മദ് സിനാൻ ആണെന്ന് തോന്നുന്നു, കാസ്റ്റ് ലിസ്റ്റിൽ കണ്ടതാണ്. പിള്ളേരും ഇവർ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇവർ വന്നിട്ട് ഓരോയിടത്തും ഓരോ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുകയാണ്. അവരെ ഫ്ലാഷ് ബാക്ക് അവരെന്താണെന്ന് പുറലോകം അറിയിക്കാതെ എവിടെയെങ്കിലും ഒരു പണി കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറി പോയിക്കൊണ്ടിരുന്നു. ഇതാണ് എനിക്ക് കൺവിൻസ്ഡ് ആവാത്തത്. ഇതിൻ്റെ കാര്യം എന്തുവാണെന്ന് ഓക്കെ, ഒരു മൊമെൻറ്റ് കഴിഞ്ഞാലെങ്കിലും അത് മാറിപ്പോകണ്ടേ, ഒന്ന് സെറ്റിൽഡ് ആവണ്ടേ. ഇത് പലപ്പോഴും ഇങ്ങനെ എനിക്ക് അതെന്തിനെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് ക്ലൈമാക്സിൽ പടം തീർന്നു കഴിഞ്ഞിട്ടും എനിക്കത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഫസ്റ്റ് ആക്ട്. അങ്ങനെ അവർ പോയിട്ട് ഒരു കോൺഫ്ലിക്റ്റിൽ വരുന്നു. സെക്കൻഡ് ആക്ട് പിന്നെ അതിൻ്റെ റെസൊല്യൂഷൻ എന്താണ് എന്നുള്ളതാണ് രണ്ടാം പകുതിയിൽ കാണിക്കുന്നത്. ഇത് പലയിടത്തും ലോജിക്കലി കൺവിൻസ്ഡ് ആയിട്ടില്ല എനിക്ക്. കാരണം അന്വേഷിപ്പിൻ കണ്ടെത്തുന്നതാണല്ലോ, ഒരാൾക്ക് അന്വേഷിക്കാൻ വഴിയില്ല. പക്ഷേ അറിയാവുന്ന ആൾക്കുണ്ട്, അവർക്ക് വേണമെങ്കിൽ ട്രാക്ക് ചെയ്യാമായിരുന്നല്ലോ. അങ്ങനത്തെ പോസിബിലിറ്റി ഒന്നും ഇല്ലാതെ ഒരു സിനിമാറ്റിക് ഹൈ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇതിൻ്റെ ക്ലൈമാക്സ് ചെയ്തു വെച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പലർക്കും പല അഭിപ്രായമായിരിക്കും. ചിലർക്ക് ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആയിരിക്കും. എനിക്ക് ഒരു കഥാപാത്രത്തിൻ്റെ അടുത്ത് ഇമോഷണലി കണക്ഷൻ തോന്നുന്നില്ല, കാരണം ഇതിൽ എല്ലാം സൈക്കോളാണ്. ഈ പടത്തിലുള്ള മെജോറിറ്റി ആൾക്കാർ ഒന്നല്ലെങ്കിൽ വേറെ ഇതിൽ സൈക്കോളായിട്ട് വരുന്ന ക്യാരക്ടേഴ്സിനെയാണ് ചെയ്തു വച്ചിരിക്കുന്നത്. അതും പടം പോകുന്നത് മിക്കവാറും ഒരു 90% ഒരു ഓഫ് ബീറ്റ് പടം പോലെ സ്ലോ പേസിലാണ് പടം പോകുന്നത്. അവിടെ പടം ഗ്രോ ആവുന്നുണ്ട്, പക്ഷേ ഗ്രോ ആവുന്നതിൻ്റെ ഇതും ഭയങ്കര സ്ലോ ആയിട്ട് എനിക്ക് അവിടെ ആയിട്ട് ഫീൽ ചെയ്തു. കാരണം നമുക്ക് ഇത് അറിയാൻ പറ്റണം, നമ്മൾ സമയം നോക്കിയിട്ട് ഇനി എത്ര സമയം ഉണ്ടെന്ന് നമ്മൾ മൊബൈലിൽ നോക്കുന്ന ഒരു അവസരമുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പടം നിന്ന് കറങ്ങുകയാണെന്നുള്ളത്. അങ്ങനെ ഒരുപാടടുത്ത് സിനിമയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ പിന്നെ എടുത്ത് പറയേണ്ടത് ഡോളി ജോൺ എന്നൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി വന്നതിന് ശേഷമാണ് പടം ഒന്ന് പൊന്തിയത്. അമ്മച്ചി കിടുമായിരുന്നു. കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതി ഈ കണ്ടുപിടിച്ച് ഇവരെ കൊണ്ട് അഭിനയിപ്പിച്ചത് കാസ്റ്റിംഗ് ഡയറക്ടർക്ക് ഒരു കൈയടി കൊടുക്കണം. അത് മറ്റേ മഞ്ഞുമല്ലും അങ്ങനെ തന്നെയായിരുന്നു. ഇതിൽ അവൻ്റെ പണി ഗംഭീരമായിട്ട് എല്ലാവരും നല്ല പെർഫോമൻസ്. ജീൻ പോൾ ലാല്, അതുപോലെ വേറൊരു എക്സ്റ്റൻഡഡ് ക്യാമിയോ ഉണ്ട്. അത് ഞാൻ കാസ്റ്റ് ലിസ്റ്റിൽ കണ്ടില്ല, ചിലപ്പോൾ അവർ റിവീൽ ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പുള്ളിയുടെ ക്യാരക്ടർ, പക്ഷേ പുള്ളിയുടെ ക്യാരക്ടറൊക്കെ ഒരുമാതിരി അപ്പം ഞാൻ പൊടണ എന്നുള്ളൊരു ലെവലായിപ്പോയി. എനിക്ക് അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തത്. പുള്ളിയുടെ ഒരു ഉഴപ്പനാണ്, ലോക്കലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് പ്രോസ്തറ്റിക് മേക്കപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ ചെയ്താലും പുള്ളിയുടെ സംസാരവും ഡയലോഗ് ഡെലിവറിയിൽ ഒരു ലോക്കൽ പരിപാടി വരുന്നില്ല കുറച്ച് നേരം. പക്ഷേ രസമായിരുന്നു പുള്ളി. അങ്ങനെ ഒരുപാട് രസമുള്ള മൊമെൻറ്റ്സ് പടത്തിലുണ്ട്. എന്നിരുന്നാലും ഒരു ഹൈയോ മറ്റൊരു നമുക്ക് അടുത്തെന്താവും എന്നുള്ളൊരു സാധനമോ ഒരു പിടിച്ചിരുത്തുന്ന പരിപാടിയോ, ഇയാൾ എനിക്ക് തോന്നുന്നത് ബാഹുൽ രമേശിൻ്റെ ഒരു കൈൻഡ് ഓഫ് സാധനം ഉണ്ടല്ലോ, അത് പിടിക്കാനുള്ള പരിപാടിയാണ് നോക്കിയത്. പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ടായില്ല. സ്റ്റിൽ ഇതൊരു മോശം സിനിമ എന്നല്ല ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ ഈ അവസാനത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു തവണ കാണാം എന്നുള്ള ഒരു ഇതാണ്. പക്ഷേ നല്ല സ്ലോ ആണ് പടം, നല്ല സ്ലോ പേസിൽ നീങ്ങുകയാണ്. പല കാര്യങ്ങളും ഇവർക്ക് ഈ സമയത്തിന് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ, അത് ചെയ്താൽ പോരെ. കാരണം ഇവരൊന്നും മിച്ചം വച്ചിട്ടില്ല ഒരിടത്തും. ഇവർക്ക് അടുത്ത ലെവലിലോട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊന്നും ചെയ്യാതെ ഇതിങ്ങനെ കാണിക്കണം എന്നുള്ള രീതിയിൽ എഴുതി വച്ചിരിക്കും പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. പിന്നെ പ്രധാന വേഷത്തിൽ വന്നിട്ടുള്ളത് ബീന ആൻ്റണി. കുറച്ചേ ഉള്ളൂ, ഒരു കംബാക്ക് ആയിട്ട് തോന്നി. നല്ല രസമായിരുന്നു ക്യാരക്ടർ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രകമ്പന സിനിമയിൽ സഖാവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ റോള്. പിന്നെ സാന്ദ്ര ചന്ദ്രൻ, ഗുണ്ടുകാട് സാബു, ഇവരൊക്കെയാണ് പിന്നീട് വന്നിട്ടുള്ളത്. എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു വേഷങ്ങളാണ്. അതുപോലെ തന്നെ
ഒരുപാട് കഥാപാത്രങ്ങളെ ഇടയ്ക്ക് കൊണ്ടു വച്ചിട്ടുള്ള അവർക്കൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ള എൻഡിങ്ങോ പ്രോപ്പറായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റോ ഇല്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഏരിസ് പ്ലക്സ് എന്നാണ് ഞാൻ കണ്ടത്. ഓവറോൾ അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ എടുത്ത് നോക്കിയാലും കുറച്ച് വൈഡായിട്ട് നിൽക്കുന്ന ഷോട്ട്സ് കാണുമ്പോൾ എനിക്ക് അവരെ ഒരു ഫോക്കസ് കിട്ടാത്ത പോലെ എനിക്ക് ഫീൽ. എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ എന്തെന്ന് അറിഞ്ഞുകൂടാ, അത് പ്രിൻറ്റ് മാച്ച് ആവാത്തതെന്നുണ്ട്. ഇപ്പോൾ കുറച്ച് വൈഡായിട്ട് നിൽക്കുന്നവരെയൊക്കെ നമ്മൾ 3D പടത്തിൽ കണ്ണാടി മാറ്റി കാണുമ്പോഴത്തെ അത്രയില്ല എങ്കിൽ പോലും ഒരു ചെറിയൊരു ഇത് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു മൊത്തത്തിൽ ഒരു ഡൾനെസ് സിനിമ കാണുമ്പം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ല, നമ്മൾ മറ്റേ ഈ കൊമേഴ്ഷ്യലൈസ് ചെയ്യാതെ ഒരു 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 ഓഫ് ബീറ്റ് സിനിമ കാണുന്ന എന്നൊരു ലാഘവത്തോടെ കണ്ടു കഴിഞ്ഞാൽ ഇത് വർത്തായിട്ടുള്ള സിനിമയാണ്. എന്നാൽ ഹൈ മൊമെൻറ്റ്സ് പടത്തിൽ 1-2 ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ്, മറ്റേ കിഷ്കിന്ധാകാന്ഡം, എക്കോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ആരെങ്കിലും കമ്പയർ ചെയ്ത് അതുപോലത്തെ പടമാണെന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും തോന്നിയില്ല. എനിക്കങ്ങനെ പറയാനും പറ്റത്തില്ല. അപ്പം എല്ലാം പറഞ്ഞാലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.